പാർട്ടിയുമായുള്ള പടലപ്പിണക്കം അവസാനിപ്പിച്ച ദേവികുളം മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രൻ. മൂന്നാറിൽ എൽ.ഡി.എഫ് ദേവികുളം നിയോജക മണ്ഡല കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തു. മുതിർന്ന നേതാക്കൾ എസ്. രാജേന്ദ്രനുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് നിസ്സഹകരണം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, രാജേന്ദ്രൻ ഇപ്പോൾ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്നു, സമവായമായിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം ഉറ്റുനോക്കിയ ഒരു പ്രശ്നം തന്നെയാണ് രാജേന്ദ്രൻ ബി.ജെ.പിയിലൊക്കെ പോകുന്ന ഒരു വാർത്തയെല്ലാം പ്രചാരണം നടത്തിയിരുന്നു. ഈ വാർത്തയെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തന്നെ രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോടക്കം പറഞ്ഞിരുന്നു. ഏതായാലും രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കിയത് ഇത്തരത്തിലായിരുന്നു. താൻ ഇപ്പോൾ ഒരു പാർട്ടിയിലേക്കും താൻ പോകുന്നില്ല. തനിക്ക് ഇപ്പോൾ സമാധാനപരമായി കഴിയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. താൻ പാർട്ടിയോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അല്ലെങ്കിൽ ഇതുവരെയും പാർട്ടി തനിക്കത് ഇതുവരെയും ആ പാർട്ടി അത് ഒരു കാര്യം തനിക്ക് കേട്ട് അല്ലെങ്കിൽ അത് തനിക്കൊരു മറുപടി തന്നില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ വിവിധ നേതാക്കളെല്ലാം തന്നെ രാജേന്ദ്രനായി ചർച്ച നടത്തിയിരുന്നു. ബി.ജെ.പിയുടെ നേതാക്കളടക്കം വന്ന് രാജേന്ദ്രനായിട്ട് ചർച്ച നടത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്നലെയായിരുന്നു രാജേന്ദ്രന്റെ ഭവനത്തിലേക്ക് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ M.M. മണി, K. ഇന്ദ്രൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ജില്ലയിലെ ഉന്നത നേതാക്കളടക്കം രാജേന്ദ്രന്റെ വീട്ടിൽ പോയി ചെല്ലുകയും അവിടെ വെച്ച് രാജനായി സംസാരിക്കുകയും തുടർന്ന് രാജേന്ദ്രനെ അനുനയിപ്പിക്കുകയുമായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം രാജേന്ദ്രൻ CPM-ന്റെ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല, അത്തരത്തിലെല്ലാം തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് രാജേന്ദ്രൻ LDF-ന്റെ ജോയ്സ് ജോർജിന്റെ LDF കൺവെൻഷൻ നടത്തിയാണ്. ഈ LDF കൺവെൻഷനിലേക്ക് ഇന്ന് രാജേന്ദ്രൻ എത്തിയിട്ടുണ്ട്. രാവിലെ വേദിയിലെത്തിയ രാജേന്ദ്രനെ നേതാക്കളടക്കം സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് വലിയ സൗഹൃദത്തിലായി മണിയാശാനും അതോടൊപ്പം തന്നെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ വലിയ സൗഹൃദത്തിലായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു, പാർട്ടിയിലെ ഒരു നേതാവ് തന്നെ ക്രൂരമായി തന്നെ ഉപദ്രവിക്കുക എന്ന ഒരു നിലപാടുണ്ടായിരുന്നു. താൻ ഇനിയും പാർട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഇലക്ഷന് ശേഷം തന്നെ വീണ്ടും തന്നെ ഈ പാർട്ടി നിലനിർത്തുവോ അല്ലെങ്കിൽ പുറത്താക്കുമോ എന്ന് എന്ത് ഉറപ്പാണ് ഉള്ളത് എന്നുള്ള രീതിയിലെല്ലാം തന്നെ രാജേന്ദ്രൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഇപ്പോൾ രാജേന്ദ്രൻ എല്ലാം ഈ പാർട്ടിയുടെ ഈ ഉന്നത നേതാക്കളുമായുള്ള ചർച്ചയിൽ അനുനയിപ്പിച്ച ശേഷമാണ് ഇന്ന് രാജേന്ദ്രൻ LDF-ന്റെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ആതിര.